ഇന്ദുലക്ഷ്മി ഭാഗം 1. ഇന്ദു, എണീക്കുന്നില്ലേ നീ? അമ്മയുടെ ഒച്ച കേട്ടാണ് ഞാൻ ഉണർന്നത്. കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കിക്കിടന്നു. ഈ വീട്ടിൽ എൻ്റെ അവസാന ദിവസമാണിന്ന്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മയല്ല കേട്ടോ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അമ്മയില്ലെന്നൊരു സങ്കടം എന്നെ അറിയിക്കാതെ അച്ഛൻ വളർത്തിയ കുട്ടിയാണ് ഞാൻ. അങ്ങനെ എല്ലാ സന്തോഷത്തോടും ഞാൻ വളർന്നു വരുമ്പോഴാണ് ഒരു സന്തോഷ വാർത്ത അറിയുന്നത്. എനിക്കൊരു പുതിയ അമ്മ വരുന്നു. അത് തന്നെ, അച്ഛൻ വീണ്ടും വിവാഹം കഴിക്കുന്നു. എനിക്കൊരു 7 8 വയസ്സുള്ളപ്പോഴാണ്. അച്ഛൻ 2 ജോഡി ഉടുപ്പും അതിന് ചേർന്ന വളയും മാലയും ചെരുപ്പും ഒക്കെ വാങ്ങി വന്നു. അച്ഛൻ്റെ കല്യാണത്തിന് ഞാനും സുന്ദരിക്കുട്ടിയായി. വിവാഹം കൂടാൻ വന്ന അതിഥികളുടെ ഇടയിൽ പൂത്തുമ്പിയെ പോലെ പാറി നടന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അവസാന ദിനങ്ങളായിരുന്നു അത്. കർക്കശക്കാരിയായ രണ്ടാനമ്മ. അച്ഛൻ പക്ഷേ എപ്പോഴും എന്നെ ചേർത്ത് നിർത്തി. 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ ജനിച്ചു. അവൾക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അതോടെയാണ് അനാഥത്വം എന്തെന്നറിഞ്ഞത്. അമ്മയ്ക്ക് ഞാനൊരു അധികപ്പറ്റായി. അമ്മയുടെ ചെറിയ ജോലിയും പിന്നെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനമൊക്കെയായി ജീവിച്ചു. +2 വരെ പഠിച്ചു. അതോടെ എൻ്റെ പഠിത്തവും അവസാനിച്ചു. കുറച്ചുനാൾ തയ്യൽ പഠിച്ചു. എനിക്ക് ചെലവിനുള്ളത് ഞാൻ തന്നെ സമ്പാദിക്കാൻ തുടങ്ങി. അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട്ടുജോലി മുഴുവനായും എൻ്റെ തലയിലായി. അതിൻ്റെ കൂടെ കോഴിയും ആടും. അങ്ങനെ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ കുറെ മിണ്ടാപ്രാണികളെയും കൂട്ടുകിട്ടി. കാണാൻ തെറ്റൊന്നും പറയാനില്ലാത്തതിനാലാകും ഇടയ്ക്ക് ചില വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങി. ആദ്യമൊക്കെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് അമ്മ തന്നെ മുടക്കി. അയൽക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ 4-5 കൂട്ടർ കാണാൻ വന്നു. അതിലെല്ലാവർക്കും എന്നെയും എനിക്ക് അവരെയും ഇഷ്ടമായതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലാവണം, അതെല്ലാം മുടങ്ങി. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ആകെയുള്ളത് വീടും 10 സെന്റ് സ്ഥലവുമാണ്. എൻ്റെ കഴുത്തിൽ 1 പവന്റെ ചെറിയൊരു മാലയും കാതിലൊരു ജോടി കമ്മലും ഉണ്ട്. അത് കണ്ടിട്ട് ആര് കെട്ടാനാ? ഇപ്പോൾ വരുന്നവർക്ക് പെണ്ണിനെയല്ല പൊന്നും പണവുമാണ് നോട്ടം. ചായയും കൊടുത്ത് ഒരുങ്ങിക്കെട്ടി കാഴ്ച വസ്തുവായി നിന്ന് മടുത്തപ്പോൾ ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞു, ഇപ്പോഴൊന്നും എനിക്ക് കല്യാണം വേണ്ടാന്ന്. അങ്ങനെ കാലം കടന്നുപോയി. എനിക്ക് 25 വയസ്സ് തികയുന്ന അന്ന് രാവിലെ ദോശയും ചമ്മന്തിയും ആസ്വദിച്ച് കഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് പെണ്ണ് കാണാൻ ഒരാൾ വരുന്നെന്ന്. അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പരിചയത്തിലുള്ളതാണ് പയ്യൻ. എന്റെ നോട്ടം കണ്ടിട്ടാണോ? അമ്മ തുടർന്നു. പേടിക്കണ്ട, സ്ത്രീധനൊന്നും ചോദിച്ചില്ല. അയാൾക്ക് എന്തൊക്കെയോ ബിസിനസ്സാണ്. പക്ഷേ പയ്യന്റെ 2ാമത്തെ വിവാഹമാണ്. ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു. ആ പെണ്ണിന് കുട്ടികളുണ്ടാവില്ല എന്ന്. വേറെയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ അവരെ നോക്കി നിന്നു. നിനക്ക് എന്റെ അവസ്ഥ നന്നായിട്ട് അറിയാലോ. അമ്മുവിനിപ്പോ 16 വയസ്സായി. കുറച്ച് കഴിയുമ്പോൾ അവക്കും കല്യാണപ്രായമാവും. എനിക്കും പ്രായമാവുന്നു. നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ പറയും രണ്ടാനമ്മയുടെ ദുഷ്ടത്തരമാണെന്ന്. കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം മതിയാക്കി ഞാൻ എണീറ്റു. അടുക്കളയിൽ മറ്റു ജോലികളിൽ മുഴുകി നിൽക്കുമ്പോൾ ഓർത്തു, ചിലപ്പോ ഇതായിരിക്കാം എൻ്റെ വിധി. അത് തടുക്കാൻ കഴിയില്ലല്ലോ. അമ്മ പതിവ് പോലെ ജോലിക്ക് പോയി. പോകുമ്പോൾ വൈകുന്നേരം നേരത്തെ വരാമെന്ന് പറഞ്ഞു. എന്നാലും ആരാകും ഒന്ന് വരുന്നത്? അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഒരുവിധം ഉറപ്പിച്ച മട്ടാണ്. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പ്രായം കൂടുതൽ കാണോ? കാണാൻ സുന്ദരനാണോ? അങ്ങനെ 100 ചോദ്യങ്ങളെങ്കിലും മനസ്സിൽ കൂടി കടന്നുപോയി. അന്ന് ജോലിയൊക്കെ തീർത്തിട്ട് കണ്ണാടീൻ്റെ മുന്നിൽ പോയി തിരിഞ്ഞും മറിഞ്ഞും നോക്കി. ഇരുനിറമാണെങ്കിലും അത്യാവശ്യം സുന്ദരിയാണ്. കൂട്ടത്തിലെ ഏറ്റവും പുതിയ സാരിയും ബ്ലൗസും എടുത്തു വെച്ചു. അമ്മുവിൻ്റെ ഫെയർനെസ് ക്രീം മുഖത്ത് തേച്ചു. പിന്നെ റൂമെല്ലാം തൂത്തു തുടച്ചു. അന്ന് തയ്ക്കാനൊന്നും തോന്നിയില്ല. മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പറന്നു നടന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മ വന്നു. കയ്യിൽ കുറച്ച് ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജിലേബിയും ചിപ്സും പ്ലേറ്റിലാക്കി അടച്ചു വെച്ചു. അമ്മ കാണാതെ കുറച്ച് ചിപ്സ് കയ്യിലാക്കി കൊറിച്ചു. 4 മണി കഴിഞ്ഞപ്പോൾ അമ്മു സ്കൂളിൽ നിന്ന് വന്നു. അവൾ +2 പഠിക്കുകയാണ്. പെണ്ണ് കാണാൻ വരുന്നത് എന്നെയാണെങ്കിലും അവൾക്കാണ് ഏറ്റവും സന്തോഷം. ഞാൻ കുളിച്ചു വന്നു. സാരി ഉടുത്തു. കണ്ണെഴുതി പൗഡർ ഇട്ട് പൊട്ടു തൊട്ടു. പച്ചയിൽ മജന്ത ബോർഡറുള്ള സാരിയാണ് ഉടുത്തത്. അമ്മു അവളുടെ കയ്യിലുള്ള പച്ചയും മെറൂണും വളകൾ കയ്യിലിട്ട് തന്നു. അമ്മ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വന്ന് നിന്നു. എന്റെ നെഞ്ച് ശക്തിയായി മിടിക്കാൻ തുടങ്ങി.
ചേച്ചി ഇവിടെ നിൽക്ക്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അമ്മു അടുത്ത റൂമിൽ പോയി ജനലിൽ കൂടി നോക്കിയിട്ട് വന്നു. ചേച്ചി, ഒരു ചേട്ടനും പിന്നെ പ്രായമുള്ള ഒരാളോ വന്നത്. ആ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ചേച്ചിക്ക് ചേരും. ഈശ്വര, ഇനി പ്രായമുള്ള ആളിനാവോ? അമ്മ അങ്ങനെ ചെയ്യില്ല, ഞാൻ സ്വയം ആശ്വസിപ്പിച്ചു. അമ്മ വാതിൽക്കൽ വന്നു. ഇന്ദു, ഹാളിലേക്ക് വരൂ, ആ ചായ കൂടി എടുത്തോളൂ. 2 ഗ്ലാസ് ചായ മാത്രമായത് നന്നായി, കൈവരച്ചാലും പെട്ടെന്ന് തുളുമ്പില്ല. അമ്മ എന്റെ കൂടെ പലഹാരം നിറച്ച പാത്രങ്ങളുമായി വന്നു. വാതിൽ കടന്നപ്പോൾ മുഖമുയർത്തി നോക്കി. പഴയ ചൂരൽ സോഫയിൽ 2 പേരിയ്ക്കുന്നു. മുടിയൊക്കെ നിറച്ച ഒരു മനുഷ്യൻ എന്നെ തന്നെ നോക്കുന്നു, ചെറുപ്പക്കാരൻ മൊബൈലിലും. ചായ കൊടുക്ക്, അമ്മ സ്വകാര്യമായി പറഞ്ഞു. ആദ്യം ആർക്ക് കൊടുക്കണമെന്ന എന്റെ ടെൻഷൻ കണ്ട് പ്രായം ചെന്നയാൾ ചെറുപ്പക്കാരനെ തട്ടി വിളിച്ചു. ആളൊന്ന് മുഖമുയർത്തി ചായ എടുത്തു. വെറുതെ പോലും ഒരു നോട്ടം എന്റെ നേർക്ക് വന്നില്ല. എന്താ മോളുടെ പേര്? ചായ കുടിക്കുമ്പോൾ മുതിർന്നയാൾ ചോദിച്ചു. ഇന്ദു. ഇന്ദു ഏതുവരെ പഠിച്ചു? +2. ചെറിയൊരു ജാള്യതയോടെയാണ് ഞാൻ പറഞ്ഞത്. ഇവന്റെ പേര് കിഷോർ, ഞാനിവന്റെ അമ്മാവനാണ് കേട്ടോ. ഇവന്റെ അമ്മ മീനാക്ഷിയുടെ സഹോദരൻ. ഞങ്ങൾ ഇവനെ കിച്ചു എന്നാണ് വിളിക്കുന്നത്. കിച്ചുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ അമ്മയെ നോക്കി. അമ്മ തലകുലുക്കി. ഇനി കിച്ചുവിനും ഇന്ദുവിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ? ഞാൻ കിഷോറിനെ നോക്കി. എനിക്കൊന്നും സംസാരിക്കാനില്ല, പറയാനുള്ളതെല്ലാം അമ്മാവൻ പറഞ്ഞില്ലേ. ചായ ഒന്ന് രുചിച്ചു നോക്കുക പോലും ചെയ്യാതെ തിരിച്ചു വെച്ചുകൊണ്ട് കിഷോർ എണീറ്റ് എന്നെ നോക്കി. ഞാൻ പിന്നാലെ മുറ്റത്തേക്ക് നടന്നു. എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. ഡിവോഴ്സ് ആയെങ്കിലും ലക്ഷ്മി മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. വേറൊരു പെണ്ണിനെ എനിക്ക് ഈ ജന്മം സ്നേഹിക്കാൻ പറ്റില്ല. എന്നെ ഇഷ്ടമായില്ലെന്ന് കുട്ടിയും പറയണം. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ അകത്തേക്ക് പോയി. അടുത്ത റൂമിൽ ഇങ്ങോട്ട് എത്തി വലിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മ നിപ്പുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? അമ്മുവിന്റെ ചോദ്യം കേട്ട് ഞാൻ വെറുതെ പുഞ്ചിരിച്ചു. കുറച്ചുനേരം അമ്മ അവരോട് സംസാരിക്കുന്നത് കേട്ടു. ചെവി വട്ടം പിടിച്ചിട്ടും എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ പെണ്ണ് കാണലും അവസാനിച്ചു. പക്ഷേ അടുത്ത ദിവസം തന്നെ അവർക്ക് എന്നെ ഇഷ്ടമായെന്നറിയിച്ചു. ഇന്നലെ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പോയ ആളാണ്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? അമ്മയോട് പറഞ്ഞപ്പോൾ അതിലൊന്നും കാര്യമില്ല, നിന്നെ പറ്റിച്ചതാകുമെന്നാണ് പറഞ്ഞത്. എന്നാലും എന്തൊക്കെയോ സംശയങ്ങൾ ബാക്കിയായി. അയാൾ ഇപ്പോഴും ആദ്യ ഭാര്യയെ സ്നേഹിക്കുന്നു. ഇനി ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ലെന്നല്ലേ ഇന്നലെ പറഞ്ഞത്? ആരോടാ ഒന്ന് ചോദിക്കുക? പക്ഷേ കിച്ചോട്ടിന് ഒരു ദിവസം പോലും എന്നെ വിളിച്ചില്ല. എങ്ങനെ വിളിക്കാനാ? എന്റെ കയ്യിൽ ഫോണില്ല. ആകെയുള്ള ചെറിയൊരു മൊബൈല് അമ്മയുടെ കയ്യിലാണ്. എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോ ചെറിയമ്മയുടെ ഭാവം മാറി. ഇത്രയും നാള് വെച്ചതും വിളമ്പിയതും ഒക്കെ എണ്ണിപ്പറക്കാൻ തുടങ്ങി. എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങോട്ട് പോകാൻ? ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഞാൻ കിഷോറിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി. അമ്മയുടെ ഒറ്റ മോനാണ്, ബിസിനസ്സാണ്, 33 വയസ്സുണ്ട്. ഏട്ടന്റെ വീട്ടിൽ നിന്നും അമ്മയും കുറച്ച് ബന്ധുക്കളും ഒക്കെ കാണാൻ വന്നു. മീനാക്ഷി അമ്മ എനിക്ക് വിവാഹത്തിനിടാൻ കുറച്ച് ആഭരണങ്ങളും കൊണ്ടുവന്നു. അത് കണ്ടപ്പോ എനിക്കെന്തോ വല്ലായ്മ തോന്നി. സാരയില്ല, അവർക്ക് കുട്ടി അത്രയ്ക്ക് ഇഷ്ടായിട്ടുണ്ടാവും, എല്ലാം നിന്റെ ഭാഗ്യ, ചെറിയമ്മ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. ഇന്ദു, അമ്മ പിന്നെയും വിളിക്കുന്നുണ്ട്. ഇനിയും കിടന്നാൽ ആളിന് ദേഷ്യം വരും. പറയാൻ മറന്നു, ഇന്നെന്റെ കല്യാണമാണ് കേട്ടോ. ഒരുപാട് ആഘോഷമൊന്നുമില്ല, കിച്ചോട്ടിന്റെ 2ാമത്തെ വിവാഹമല്ലേ, അതുകൊണ്ട് അടുത്ത ബന്ധുക്കളും അയൽക്കാരും മാത്രമേ ഉള്ളൂ. അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് താലിയിട്ട് ചെറിയൊരു സദ്യ, അത്രേ ഉള്ളൂ ചടങ്ങുകൾ. കസവും മുണ്ടും ഷർട്ടും അണിഞ്ഞു വന്ന ചെക്കനെ കാണാൻ എന്ത് സുന്ദരനാണെന്നറിയോ? മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. പക്ഷെ താലി കെട്ടുമ്പോൾ പോലും എന്റെ മുഖത്തേക്ക് നോക്കിയില്ല. ആളിന്റെ കൈ വിറയ്ക്കുന്നുണ്ട്. മാക്സിമം എന്റെ കഴുത്തിൽ വിരൽ തട്ടാതെയാണ് താലി ചാർത്തിയത്. സിന്ദൂരം ചാർത്തുന്നത് കണ്ടാൽ ഏതോ ഇഷ്ടമില്ലാത്ത വസ്തുവിൽ തൊടുന്നത് പോലെ. സദ്യയൊക്കെ കഴിച്ച് കിച്ചുവേട്ടന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അമ്മു മാത്രം നിറഞ്ഞ കണ്ണുകളോടെ എന്നെ യാത്രയാക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടമൊന്നും തോന്നിയില്ല. ചെറിയമ്മയുടെ മുഖത്ത് ഒരു ഭാരമൊഴിഞ്ഞ ആശ്വാസമാണ്. കാറ് നീങ്ങുമ്പോൾ ഞാൻ കിച്ചുവേട്ടനെ നോക്കി. ആള് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആദ്യ ഭാര്യയെ ഓർക്കുവാവും. വീടെത്തുന്നത് വരെ ഇങ്ങോട്ടൊന്നും നോക്കിയതേയില്ല. ഞാനും പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമോ ആവോ.
കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഏട്ടന്റെ വീടെത്തി. ഏട്ടന്റെ അമ്മ തന്നെ നിലവിളക്കുമായി ഗൃഹപ്രവേശനം ചെയ്തു. ആ സമയം കിച്ചുവേട്ടനെ കണ്ടില്ല. പുതിയ പെണ്ണിനെ കാണാൻ അടുത്തുള്ള സ്ത്രീകളൊക്കെ വന്നു. അവർ ചോദിക്കുന്നതിനൊക്കെ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അമ്മ പറഞ്ഞു പോയി സാരി മാറി കൊടുക്കാൻ. സഹായത്തിന് 2 കുട്ടികളും വന്നു. അന്ന് വന്ന അമ്മാവന്റെ മക്കളാണ് രാഖിയും രേഖയും. സാരി മാറി കുളിച്ചു വന്നപ്പോൾ കട്ടിലിൽ ആരോ ഒരു ചുരിദാർ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊടുത്തു. താഴേക്ക് ചെന്നപ്പോൾ പലരും പോയി കഴിഞ്ഞു. ഇപ്പോൾ അമ്മയും അമ്മാവനും അമ്മായിയും മക്കളും ഹാളിലിരുന്ന് സംസാരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം എന്റെ ഭർത്താവിനെ കണ്ടതേയില്ല. ഭർത്താവെന്ന് പറയാമോ? അതും സംശയമാണ്. രാഖി, ചേച്ചി ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ രാഖിയുടെ കൂടെ അവിടെയൊക്കെ നടന്നു കണ്ടു. ഒടുവിൽ അടുക്കളയിലെത്തി. ലക്ഷ്മി എടുത്തി, എനിക്ക് കുറച്ച് വെള്ളം വേണം. രാഖി പറയുന്നത് കേട്ട് അടുക്കളയിൽ നിന്ന യുവതി തിരിഞ്ഞു നോക്കി. വെളുത്തു മെലിഞ്ഞൊരു യുവതിയാണ്. നല്ല ഐശ്വര്യമുള്ള മുഖം. എന്നെ കണ്ടപ്പോൾ ഒന്ന് പരിഭ്രമിച്ചതുപോലെ തോന്നി. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് രാഖിയുടെ കയ്യിൽ കൊടുത്തു. ചേച്ചിക്ക് വെള്ളം വേണോ? ഞാൻ വേണ്ടെന്ന് തലയാട്ടി. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി. അതാരാ രാഖി? ശബ്ദമടക്കിയാണ് ചോദിച്ചത്. അതറിയില്ലേ, ലക്ഷ്മി എടുത്തി, കിച്ചുവേട്ടന്റെ ആദ്യത്തെ വൈഫ്. എന്താ രാഖി പറഞ്ഞത്? ചെറിയൊരു അമ്പരപ്പോടെയും അവിശ്വസനീയതയോടെയും ഞാൻ രാഖിയെ നോക്കി. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എല്ലാം. കിച്ചുവേട്ടന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും കുട്ടികളുണ്ടാവാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയതും. കിച്ചുവേട്ടന് ഇഷ്ടമുണ്ടായിട്ടല്ല, അപ്പച്ചി വാശി പിടിച്ച് സമ്മതിപ്പിച്ചതാ. ഡിവോഴ്സ് കിട്ടിയപ്പോ ഏടത്തി ഒരു വീട്ടിൽ ജോലിക്ക് പോയതാ. കിച്ചുവേട്ട അവിടെ പോയി ബഹളം വെച്ച് തിരിച്ചുകൊണ്ട് വന്നു. ഓ, അപ്പോ ഡിവോഴ്സാണ്. കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. പക്ഷേ ലക്ഷ്മി എങ്ങനെ ഈ വീട്ടിൽ? ഇനി കല്യാണം കൂടെ വന്നതാണോ? അങ്ങനെ വരുമോ? ഒരു പക്ഷേ അവളുടെ വിവാഹവും കഴിഞ്ഞു കാണും. ഒരുപാട് സംശയങ്ങൾ മനസ്സിലൂടെ പാഞ്ഞുപോയി. അതെന്താ? ആകാംക്ഷ അടക്കാനാവാതെ ഞാൻ ചോദിച്ചു. വാ പറയാം. രാഖി എന്റെ കൈ പിടിച്ച് മുറ്റത്തേക്ക് നടന്നു. ചുറ്റും നോക്കിയിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. ചേച്ചി, ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത് കേട്ടോ. കിച്ചോട്ടൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാ. ലക്ഷ്മി ഏട്ടത്തി മീനാക്ഷി അപ്പച്ചിയുടെ കൂട്ടുകാരിയുടെ മോളാണ്. ഏട്ടത്തിയെ കൂടാതെ അവർക്ക് 2 പെൺകുട്ടികൾ കൂടെ ഉണ്ട്. ഏട്ടത്തിയുടെ അച്ഛനാണേല് മുഴുക്കുടിയനും. അപ്പച്ചി ഏട്ടത്തി ഇവിടെ വിളിച്ചോണ്ട് വന്നു. കിച്ചുവേട്ടനുമായി സ്നേഹത്തിലായപ്പോ അപ്പച്ചി തന്നെയാ വിവാഹം നടത്തിയതും. ഞാൻ ആകാംക്ഷയോടെ അവളെ നോക്കി നിന്നു. കിച്ചുവേട്ടന് ഏട്ടത്തി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. ആദ്യമൊക്കെ അപ്പച്ചിക്കും അങ്ങനെ തന്നെ. പക്ഷേ കുട്ടികളുണ്ടാകാത്തത് ഏട്ടത്തിയുടെ കുഴപ്പമാണെന്ന് അറിഞ്ഞപ്പോ. അമ്മായി അങ്ങോട്ട് വരുന്നത് കണ്ട് രാഖി സംസാരം അവസാനിപ്പിച്ചു. ആഹാ, 2 ഇവിടെ നിൽക്കുവാണോ? ഇന്ദു, ഞങ്ങൾ പോവുക കേട്ടോ. കിച്ചുവിനെയും കൂട്ടി അങ്ങോട്ട് വരണം. ഞാൻ തലകുലുക്കി. കഥ മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നിരാശയോടെ ഞാൻ രാഖിയെ നോക്കി. പിന്നെ പറയാമെന്ന് അവൾ ആക്ഷൻ കാണിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഹാളിൽ അമ്മയുടെ അടുത്ത് പോയിരുന്നു. ഇപ്പൊ കണ്ടാൽ ഇതൊരു കല്യാണ വീടാണെന്ന് തോന്നില്ല. എന്തിനേറെ മുറ്റത്തൊരു പന്തൽ പോലും ഇല്ല. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ മനസ്സിൽ രാഖി പറഞ്ഞ കാര്യങ്ങൾ തങ്ങി നിന്നു. സമയം കടന്നുപോയി. ഞാൻ മറുപടിയൊന്നും പറയാത്തത് കൊണ്ടാവും അമ്മയും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അടുക്കളയിൽ ആരുടെയും ഒരനക്കവും ഇല്ല. മോൾക്ക് വേണമെങ്കിൽ ഒന്ന് കിടന്നോളൂ. രാവിലെ മുതൽ നിൽക്കുന്നതല്ലേ, അതാണ് റൂം. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. റൂമിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ നിന്നു. വലിയൊരു റൂമാണ്. ഒരറ്റത്ത് വലിയൊരു കട്ടിൽ, ഒരു സൈഡിലായി കബോർഡ്. ഞാൻ കട്ടിലിരുന്നു. സിനിമയും സീരിയലുമൊക്കെ കണ്ട് എന്റെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചും ആദ്യരാത്രിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. നിറയെ റോസാദളങ്ങൾ തൂകിയ വെള്ള ബെഡ്ഷീറ്റ്, കത്തിച്ചു വെച്ച മെഴുകുതിരികൾ, സെറ്റ് സാരി ധരിച്ച ഞാൻ, മുണ്ടും ഷർട്ടും ധരിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട ഞാനിപ്പോൾ ഒരു അവാർഡ് സിനിമ കണ്ട ഫീലിൽ നിൽക്കുവാണ്. മോളെ, കിച്ചു വരാൻ ലേറ്റാകുന്നല്ലോ, നമുക്ക് കഴിച്ചിട്ടിരിക്കാം. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ യാന്ത്രികമായി തലകുലുക്കി. ഞങ്ങൾ ഡൈനിങ് ഹാളിലെത്തി. ലക്ഷ്മി, ചോറ് വിളമ്പ്. അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചതും ലക്ഷ്മി 2 കൈകളിലും ചോറും കറിയുമായി വന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.